നാട്ടിലുള്ള മനുഷ്യർ പല ആളുകൾ ഇപ്പോഴും ചോദിക്കലുണ്ട്, നിങ്ങളെന്തിനാ മാപ്പിളമാരുടെ പാർട്ടിയിൽ പോയി ചേർന്നത്? നിങ്ങൾക്ക് വല്ല ഹിന്ദുക്കളുടെ പാർട്ടിയിലും ചേർന്നുകൂടായിരുന്നോ? ജയന്തി, നിങ്ങളുടെ കുടുംബമൊക്കെ കോൺഗ്രസിന്റെ വലിയ കുടുംബമായിരുന്നില്ലേ? പിന്നെ കോൺഗ്രസിൽ ചേരാതെ നീ എന്തിനാണ് മാപ്പിളമാരുടെ പാർട്ടിയിൽ ചേർന്നത് എന്ന്. അവിടെയും മുസ്ലിം സമുദായത്തിന്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പാർട്ടിയിൽ എന്നല്ല പറയുക, മാപ്പിളമാരുടെ കാക്കാമാരുടെ പാർട്ടിയിൽ പോയി എന്തിനു ചേർന്നു എന്ന് ചോദിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ട്. ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുലുക്കി കളി, റോഡിൽ പച്ചപ്പകലി. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ പോലും ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ഒരു മതനേതാവാണ്. അപ്പം ആ ഒരു രൂപത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിൻ്റെ ഒരു സൂക്ഷ്മത ഒരു മതവിശ്വാസി എന്നുള്ള രൂപത്തിൽ പുലർത്തണം എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറേ മുസ്ലിം സ്ത്രീകൾ വിജയാഹ്ലാദം എന്ന് പറയുന്ന തെരുവിൽ കിടന്ന് കൂത്താടുന്നതിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതിനെ വളരെ മോശം രീതിയിൽ വാർത്ത കൊടുത്തൊരു ചാനലാണ് മാതൃഭൂമി ചാനൽ. മാതൃഭൂമിയിൽ ആ വാർത്ത വരുന്നത് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു ഇതിങ്ങനെ ഒന്നിച്ചിട്ടുള്ള ഈ ഒരു ആട്ടും പാട്ടും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞാണ് മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തത്. അതിനിടയിലാണ് ഞാൻ റഹ്മത്തുള്ള ഖാസിം ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയോടൊരു പക്ഷേ ചിലർക്ക് വിയോജിപ്പൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോക്ക്. ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുലുക്കി കളി, റോഡിൽ പച്ചപ്പകലി. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ പോലും ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്കും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. പറയാൻ തൊള്ളോണ്ട് എന്തും പറയാലോ, ജനം സ്വീകരിക്കണ്ടേ? 25,000 പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയും ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം മുഴുവനും ചുറ്റിച്ചു. ആലിമീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ആലിമീ സംഘടനകൾ ഉണ്ടായിരുന്നു, ഒരു വാക്ക് മിണ്ടിയില്ല. നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു. എന്നാൽ അവർ പുറകോട്ട് പോയില്ല. ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂല എന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല. അതായത് സ്ത്രീകൾ ഇങ്ങനെ തെരുവിൽ കിടന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടിയതൊന്നും പണ്ഡിതന്മാരെ എതിർത്തില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണ്ഡിതന്മാരെ എതിർത്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് ശരിയല്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാണക്കാട് തങ്ങന്മാര് ഒടുവിൽ അവർ പറഞ്ഞിട്ടാണ് ഈ ഡാൻസ് ആടുന്നത് എന്ന രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ കിട്ടിയൊരു ചാൻസിൽ മുസ്ലിം ലീഗ് വിരോധം തീർക്കാൻ ഇത് ഡാൻസ് ആടുന്നത് ആരാണ്? ഇത്തരം കൾച്ചറുള്ള ആളുകൾ. അത് ലീഗ് പറഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ലീഗ് ഇന്ന ആൾക്കാരോട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വരണ്ടേ, ഞങ്ങളുടെ നാട്ടിലും ഈ പാർട്ടിയാണ് ജയിച്ചത്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ചിലർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ലീഗിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ലീഗ് നമ്മുടെ നാട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു പാർട്ടിയാണ്. ഞാൻ ലീഗുകാരനൊന്നും അല്ല, ഇനിയിപ്പോൾ അതും കണ്ട് കേടിച്ചാരി കളിച്ച് വരണ്ട. ജയന്തി എന്ന് പേരുള്ള ഒരു ഹിന്ദു സ്ത്രീ, മുസ്ലിം ലീഗിൽ ചേർന്ന ജയന്തി എന്ന് പേര് ഹിന്ദു സ്ത്രീയുടെ പഴയൊരു വീഡിയോ ഉണ്ട്. എത്രത്തോളം ലീഗിനെ മറ്റുള്ള മതക്കാർ പോലും എങ്ങനെ കാണുന്നു നോക്കാം. നമ്മുടെ മതക്കാർക്കാണ് ലീഗിനോട് കാണുമ്പോൾ ഒരു വിരോധം. ഒരു കിട്ടുന്ന ചാൻസിൽ ലീഗ് വിരോധം തീർക്കാണ്. തെരുവിൽ സ്ത്രീകൾ കിടന്ന് കൂത്താടിയിട്ടുണ്ടെങ്കിൽ അത് അവരെ രക്ഷിതാക്കളും കാര്യങ്ങളും മാത്രമാണ് ഉത്തരവാദി, അല്ലാതെ ലീഗൊന്നൊരു പാർട്ടിയല്ല. നാളെ ഇവിടെ ജയിച്ചത് ഇടതു പാർട്ടിയാണെങ്കിൽ അതിനും വേണ്ടി ആടാനുണ്ടാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മലബാറിൽ മാത്രമേ ഈ ഒരു കൂത്താട്ടം കൂടുതലുള്ളൂ. മറ്റിടങ്ങളിലൊക്കെ ഒരു അച്ചടക്കമുണ്ട്, മറ്റ് മതക്കാർക്കും അച്ചടക്കമുണ്ട്. എന്തായാലും ഈ ഒരു ജയന്തി എന്ന് പേരുള്ള ഈ മുസ്ലിം ലീഗിൽ ചേർന്ന ഹിന്ദു സ്ത്രീ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നെഞ്ചോട് ചേർത്ത് വെക്കും നമ്മൾ. നാട്ടിലുള്ള മനുഷ്യർ പല ആളുകൾ ഇപ്പോഴും ചോദിക്കലുണ്ട്, നിങ്ങളെന്തിനാ മാപ്പിളമാരുടെ പാർട്ടിയിൽ പോയി ചേർന്നത്? നിങ്ങൾക്ക് വല്ല ഹിന്ദുക്കളുടെ പാർട്ടിയിലും ചേർന്നുകൂടായിരുന്നോ?
ജയന്തി, നിങ്ങളുടെ കുടുംബമൊക്കെ കോൺഗ്രസിന്റെ വലിയ കുടുംബമായിരുന്നില്ലേ? പിന്നെ കോൺഗ്രസിൽ ചേരാതെ നീ എന്തിനാണ് മാപ്പിളമാരുടെ പാർട്ടിയിൽ ചേർന്നത് എന്ന്. അവിടെയും മുസ്ലിം സമുദായത്തിന്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പാർട്ടിയിൽ എന്നല്ല പറയുക, മാപ്പിളമാരുടെ കാക്കാമാരുടെ പാർട്ടിയിൽ പോയി എന്തിനു ചേർന്നു എന്ന് ചോദിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അവരോട് അഭിമാനത്തോടെ പറഞ്ഞത്, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സുരക്ഷിതയാണ്, ഞാൻ എങ്ങനെ ഇരുന്നുവോ അതിനേക്കാൾ സുരക്ഷിതയും അതിനേക്കാൾ അറിവും പക്വതയുമുള്ള ഒരു മനുഷ്യനായി എന്നെ മാറ്റുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്റെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, എന്റെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുവാനും എന്റെ സമൂഹത്തെ ചേർത്ത് നിർത്തുവാനും വേണ്ടിയാണ് പാർട്ടി എന്നെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഒപ്പം എന്റെ മതവിശ്വാസത്തെ ഏതോ ഒരു മനുഷ്യനോ അവൻ ജനിച്ച് ജീവിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന മതവിശ്വാസം പ്രവാചകനായ തിരുമേനി പറഞ്ഞിട്ടുള്ളത് പോലെ, നീ നിന്റെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ ചുറ്റിനും താമസിക്കുന്ന മനുഷ്യരുടെ മറ്റു മതങ്ങളെ കൂടെ സ്നേഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും പഠിക്കണമെന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഒരു മോഡലായി ഇന്ന് ഈ വലിയ മഹാകുടുംബത്തിൽ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ മതത്തിൽ ഉറച്ചു വിശ്വസിക്കണം എന്നാണ് എന്റെ പാർട്ടി എന്നോട് പറയുന്നത്. ഒരു സല്യൂട്ട് കൊടുത്താൽ പോലും കുറഞ്ഞു പോകില്ല, കാരണം നല്ല വാക്കുകളാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇതൊരു കിട്ടിയ ചാൻസിൽ മുസ്ലിം ലീഗിൻ്റെ ജയത്തിനെ തുടർന്ന് കുറേ ആളുകൾ, UDF ജയത്തെ തുടർന്നിട്ട് കുറേ ആളുകൾ തെരുവിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി. അതിൽ ചില ആളുകളുടെ ജീവിത രീതി അനുസരിച്ചിട്ട് ആണും പെണ്ണും ഇടകളെന്നൊക്കെ ചവിട്ടിന്. ഇതിൻ്റെ പേരിൽ ഈ ഒരു പാണക്കാട് തങ്ങന്മാരെയും ആ ഒരു കുടുംബത്തെയും അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം ലീഗ് പാർട്ടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരല്പം കടന്ന കൈയാണ്. അത് പാർട്ടി വിരോധമുള്ള ആളുകൾ ചെയ്യുന്നൊരു പണിയാണ്. ഇതേത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞതുകൊണ്ടോ തങ്ങന്മാർ പറഞ്ഞതുകൊണ്ടൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പോലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമി ശ്രമിച്ചപ്പോൾ കൊടുത്തൊരു മറുപടി നിങ്ങൾ കേട്ടോ. മുസ്ലിം ലീഗിൻ്റെ യുവ നേതൃത്വം, മതനേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നതിൽ തെറ്റില്ലെന്നും അത് അവരുടെ അവകാശമാണെന്നും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ. മതവിശ്വാസികൾ സൂക്ഷ്മത പുലർത്തണം എന്നതാണ് നാസർ ഫൈസി കൂടത്തായിയുടെ സന്ദേശം. അതായത് നാസർ ഫൈസി കൂടത്തായി ആണും പെണ്ണും കൂടിക്കലർന്നുള്ള ആട്ടത്തിനും പാട്ടത്തിനും എതിരെ പ്രതിഷേധിച്ചപ്പോൾ ഇതിലെങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് PhD എടുത്ത മാതൃഭൂമി ചാനൽ ഇതായിട്ട് ചെന്നതാണ്. ഫാത്തിമ തഹ്ലി നല്ല മറുപടി പറഞ്ഞു. മതവിശ്വാസികളോട് സൂക്ഷ്മത പുലർത്താൻ പറയുന്നത് മതപണ്ഡിതരുടെ കടമയാണ്. ഈ കടമയൊക്കെ പണ്ഡിതന്മാർ നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മത നേതാവാണ്. അപ്പം ആ ഒരു രൂപത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ ഒരു സൂക്ഷ്മത ഒരു മതവിശ്വാസി എന്നുള്ള രൂപത്തിൽ പുലർത്തണം എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾക്കറിയാലോ, ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മത നേതാക്കന്മാർക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ രൂപത്തിലുള്ള ഒരു അവകാശമാണ് അദ്ദേഹം വിനിയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടേ സമസ്ത നേതാക്കന്മാർക്കെതിരെ ഫാത്തിമ തഹ്ലിയുടെ ഒരു പ്രതികരണം, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ക്ലീമ്പിപ്പോയി, അത് കിട്ടിയില്ല. അവർ പറഞ്ഞ അവരെ അംഗീകരിക്കുക ചെയ്തത്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിരി വിടുമ്പോൾ പണ്ഡിതന്മാർ എതിർക്കും. പക്ഷെ കിട്ടിയ ചാൻസിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനും സാമൂഹിക മാധ്യമങ്ങൾ താറടിച്ച് കാണിക്കാനും ശ്രമിക്കുന്നവരും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസം ഷാഫി ചാലി എന്ന് പറയുന്ന ലീഗ് നേതാവ് ഒരു മുസ്ലിം പെൺകുട്ടി പച്ച സാരിയൊക്കെ എടുത്തിട്ട് ഒരു ബ്ലാക്ക് ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആട്ടം. അത് വാപ്പി മോളുമാണ് ആടുന്നത്. പക്ഷെ അദ്ദേഹം ഇട്ടിട്ട് അത് സാധനം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആരെയും വിമർശിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിയോജിപ്പ് കൊണ്ടൊന്നല്ല. ഇത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നാളെ ചോദിക്കുമല്ലോ, ഇതാരും ഇതിന് പ്രതികരിച്ച് കണ്ടില്ലോ, ഇനിയിപ്പോൾ ഏതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോണ്. അപ്പോഴൊക്കെ നമ്മളൊരു സംയമനം പാലിക്കുക. പിന്നെ ഈ ശീലമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇതൊന്നും പാർട്ടി പറഞ്ഞ് ഏൽപ്പിക്കുന്നതല്ല. ഇതിൻ്റെ പേരിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിനെ ആക്ഷേപിക്കുന്നവരും വിമർശിക്കുന്നവരും യഥാർത്ഥത്തിൽ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല. അവരുടെ ഉദ്ദേശം എന്താണ്? പാർട്ടിയെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു വിസാൽ മീഡിയയിൽ ഒരു പാർട്ടിയോട് നമുക്ക് വിധേയത്വവുമില്ല, ഒരു പാർട്ടിയോട് നമുക്കെന്തില്ല അനാവശ്യമായ എതിർപ്പുമില്ല. കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുക, ഈ ഒരു വിഷയത്തിലുള്ള ഇസ്ലാമിക മാനങ്ങൾ തുറന്ന് സംസാരിക്കുക, തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, നന്മ ഉപദേശിക്കുക. ഇത് മാത്രമാണ് ഇസ്ലാമിയുടെ ലക്ഷ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക വിധേയത്വം അല്ലെങ്കിൽ പ്രത്യേക ആ പാർട്ടി അങ്ങനെ ഇങ്ങനെ ഇതൊന്നുമില്ല. നമുക്ക് നമ്മുടെ പാർട്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി നമ്മുടെ കയ്യിൽ കാശുണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ റേഷനറി വാങ്ങാം. ഇതിലപ്പുറം ഒരു പാർട്ടിയും നമ്മളെ സഹായിക്കാനുമില്ല, എതിർക്കാനുമില്ല, ആരുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാനുമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചതിൻ്റെ ഉത്തരം ലൂത്ത് നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം. ഞാനിന്നൊരാളെ വിശേഷണം പറയാം, ആ ആൾ ആരാണെന്ന് പറയണം. ജനിച്ചത് ഗാസയിലാണ്, ജനിച്ചത് ഗാസയിൽ, വളർന്നത് മക്കയിൽ, പഠിച്ചത് മദീനയിൽ, പിന്നെ നല്ലൊരു കാലം ജോലിയായിട്ട് ജീവിച്ചത് യമനിൽ, അത് കഴിഞ്ഞിട്ട് പഠനാവശ്യാർത്ഥം വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലെ ബഗ്ദാദിൽ, ശിഷ്ടകാല ജീവിതം ഈജിപ്തിൽ, മരണവും ഈജിപ്തിൽ. ഈ ഒരു മഹാൻ ആരാണെന്നുള്ളതാണ്. ഒരു ക്ലൂവും കൂടി ഞാൻ തരാം.
ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തെ അധികായനാണ് ഈ ഒരു മതപണ്ഡിതൻ. ഹബീബായ നബി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, മുൻകൂട്ടി പ്രവചിച്ചിരുന്നു, ഈ ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വലിയൊരു പണ്ഡിതനായിരിക്കും ഇദ്ദേഹം എന്ന്. വളരെ വലിയ മഹാന്മാരൊക്കെ ഈ പണ്ഡിതനെ കുറിച്ചാണ് നബി തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ ഒരു ക്ലൂ തരാനുള്ളത്, ഈജിപ്തിലാണ് മരണപ്പെട്ടത്. ഇദ്ദേഹം ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ള അവിടുത്തെ BSFലെ ഒരു പട്ടാളക്കാരൻ കൂടിയായിരുന്നു. പിന്നെ ഇദ്ദേഹം നഫീസത്തുൽ മിസ്രിയ എന്ന സൂഫി വനിതയുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ ചെല്ലുമായിരുന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാനവർകളാണ്. ഇത്രയും പറഞ്ഞ വിശേഷണങ്ങളിൽ നിന്ന് ഞാനീ പറഞ്ഞ ഒരാൾ സ്വഹാബിയല്ല. ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പയുടെ മൂന്നാമത്തെ ഒരു ഉപ്പാപ്പ സ്വഹാബിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ക്ലൂ ഒക്കെ പറഞ്ഞിട്ട് ഇതാരാണെന്ന് പറയാൻ കഴിയുമോ? ഒരു ക്ലൂ കൂടി ഞാൻ തരാം. 4 മദ്ഹബുകളിലെ ഒരു ഇമാമാണ്. ഓക്കെ, അതും കൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഈ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.